ഗുഡ് മോർണിംഗ് ഓൾ. ഞാൻ രാമകൃഷ്ണൻ TB, സെബി രജിസ്റ്റേർഡ് റിസർച്ച് അനലിസ്റ്റാണ്. ഈ ഓഡിയോ കേട്ടതിന് ശേഷം ഡിസ്ക്ലെയിമർ കൂടി വായിച്ചു നോക്കണമെന്ന് താല്പര്യപ്പെടുന്നു. ഇന്നലെ നമ്മളെ സംബന്ധിച്ച് ഹോളിഡേ ആയിരുന്നു. അതേസമയം യൂറോപ്യൻ മാർക്കറ്റുകൾക്ക്, അതുപോലെ തന്നെ ഏഷ്യൻ മാർക്കറ്റുകൾ, അതുപോലെ തന്നെ അമേരിക്കൻ മാർക്കറ്റുകളെല്ലാം തന്നെ ഇന്നലെ ഓപ്പൺ ആയിരുന്നു. അമേരിക്കൻ ഇൻഡെക്സുകൾ റസൽ 2000 ഒഴികെ മറ്റെല്ലാ ഇൻഡെക്സുകളും ബെറ്റർ ആയിരുന്നു. യൂറോപ്പിലും മെജോറിറ്റി ഇൻഡെക്സുകളും ബെറ്റർ ആയിരുന്നു. അതേസമയം ഏഷ്യയിൽ സൗത്ത് കൊറിയൻ മാർക്കറ്റ് മാത്രമാണ് ഇന്നലെ ബെറ്റർ ആയിട്ട് ക്ലോസ് ചെയ്തിരുന്നത്. പുതിയ റെക്കോർഡ് ഹൈ ഹിറ്റ് ചെയ്ത് റെക്കോർഡ് ഹൈയിലാണ് ക്ലോസ് ചെയ്തിരുന്നത്. ഒപ്പം ഇന്നലെ അമേരിക്കയിലത്തെ ടെക്നോളജി സ്റ്റോക്കുകളുടെ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ NVIDIA, ടെസ്ല, ആമസോൺ ഈ സ്റ്റോക്കുകൾ താഴെയാണ്. മേജർ ടെക്നോളജി കമ്പനികൾ. അതേസമയം ആപ്പിൾ, മൈക്രോസോഫ്റ്റ്, മെറ്റ പ്ലാറ്റ്ഫോം, ആൽഫബറ്റ് ഈ 4 സ്റ്റോക്കുകളും ബെറ്റർ ആയിരുന്നു. ഒപ്പം മൈക്രോൺ, ബ്രോഡ്കോം ഈ സ്റ്റോക്കുകളും സ്ലൈറ്റ്ലി വീക്കായിരുന്നു. അതേസമയം റാം സർക്യൂട്ട് മേക്കേഴ്സ് ആയിട്ടുള്ള പല കമ്പനികളും ഇന്നലെ ബെറ്റർ ആയിട്ടാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഹാർഡ് ഡിസ്ക് ഡ്രൈവ് കമ്പനികളായിട്ടുള്ള സീഗേറ്റ് ടെക്നോളജീസ്, വെസ്റ്റേൺ ഡിജിറ്റൽ ഈ 2 കമ്പനികളും പുതിയ റെക്കോർഡ് ഹൈ ഹിറ്റ് ചെയ്ത് റെക്കോർഡ് ഹൈയിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഒപ്പം ഇന്ന് അമേരിക്കയിൽ US ഫെഡിൻ്റെ 2 ദിവസത്തെ ഇൻട്രസ്റ്റ് റേറ്റ് മീറ്റിംഗ് ആരംഭിച്ചിരിക്കുകയാണ്. നാളെയാണ് ഡിസിഷൻ വരുന്നത്. ഇൻട്രസ്റ്റ് റേറ്റ് കുറയ്ക്കാനുള്ള തീരുമാനം എടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു പോസിറ്റീവ് ഇമ്പാക്റ്റ് അമേരിക്കൻ മാർക്കറ്റിൽ ലഭിച്ചേക്കാം. അതേസമയം ട്രംപ് വീണ്ടും ഭീഷണി മുഴക്കിയിട്ടുണ്ട് സൗത്ത് കൊറിയയ്ക്ക് എഗൻസ്റ്റ് ആയിട്ട്. സൗത്ത് കൊറിയയും അമേരിക്കയും തമ്മിൽ ട്രേഡ് ഡീൽ ഇമ്മീഡിയറ്റ് സൈൻ ചെയ്തില്ലെങ്കിൽ സൗത്ത് കൊറിയയിൽ നിന്നുള്ള ഇമ്പോർട്ടിൽ മേൽ 25% ടാരിഫ് ഏർപ്പെടുത്തുമെന്നുള്ളൊരു ഭീഷണിയാണ്. കഴിഞ്ഞ ആഴ്ചയിൽ ട്രംപ് കാനഡയ്ക്ക് എഗൻസ്റ്റ് ആയിട്ട് 100% താരിഫ് ഭീഷണി ഉണ്ടായിരുന്നു. അതേസമയം കാനഡ ചൈനയുമായിട്ടുള്ള ഡീലിൽ നിന്ന് പിറകോട്ട് പോയിരിക്കുകയാണ്. തീർച്ചയായിട്ടും ട്രംപിൻ്റെ ഭാഗത്തു നിന്ന് വന്നുകൊണ്ടിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റുകളും ആക്ഷൻസും തന്നെയാണ് ഗ്ലോബൽ മാർക്കറ്റുകളിൽ സ്ലൈറ്റ് വൊളാറ്റിലിറ്റി ഒക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. അതേസമയം കമോഡിറ്റി മാർക്കറ്റുകളുടെ സിറ്റുവേഷൻ നോക്കുകയാണെങ്കിൽ ഗോൾഡ് ഇന്നലെ വീണ്ടും പുതിയ റെക്കോർഡ് ഹൈ ഹിറ്റ് ചെയ്തിരുന്നു. 5110.9 പെർ ഔൺസ് ആണ് സ്പോട്ട് ഗോൾഡ് ഇന്നലെ ഹിറ്റ് ചെയ്തിട്ടുള്ള റെക്കോർഡ് ഹൈ. ഇന്ന് മോർണിംഗിൽ ട്രേഡ് ചെയ്യുന്നത് $5070 പെർ ഔൺസിനാണ്. ഒപ്പം സിൽവറും ഇന്നലെ പുതിയ റെക്കോർഡ് ഹൈ ഹിറ്റ് ചെയ്തിരുന്നു. $117.83 പെർ ഔൺസ് വരെയൊക്കെ ഉയർന്നിരുന്നു. ഇന്ന് മോർണിംഗിൽ ട്രേഡ് ചെയ്യുന്നത് $109.7 പെർ ഔൺസിനാണ് സ്പോട്ട് സിൽവർ. ഗോൾഡിൻ്റെയും സിൽവറിൻ്റെയും ഫാക്ട്സ് ആൻഡ് ഫിഗേഴ്സ്, അതുപോലെ തന്നെ ടെക്നിക്കൽ പാരാമീറ്റേഴ്സ്, ഓപ്ഷൻ മാർക്കറ്റ് സെൻറ്റിമെൻ്റ് ഒക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ ഗോൾഡും സിൽവറും വീണ്ടും മുന്നേറാനുള്ള സാധ്യതകൾ തന്നെയാണ് കാണുന്നത്. എന്നിരുന്നാലും എവരി റൈസിൽ ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് ഒക്കെ വരാനുള്ള സാധ്യതകളുണ്ട്. ഒപ്പം അമേരിക്കയിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുന്ന ന്യൂസുകൾ സൂചിപ്പിക്കുന്നത് ജാനുവരി മാസത്തിൽ ETF ഇൻഫ്ലോ വന്നിരിക്കുന്നതിൽ 60% ഗോൾഡ് ETFകളിലേക്കാണ് എന്നുള്ള റിപ്പോർട്ടുകളാണ്. തീർച്ചയായിട്ടും ഇതും ഗോൾഡിനെ സംബന്ധിച്ച് പോസിറ്റീവാണ്. അതേസമയം ഹയർ ലെവലിൽ പ്രോഫിറ്റ് ബുക്കിംഗ് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാൻ കാരണം ധാരാളം ലോങ് പൊസിഷൻസ് ഒക്കെ ഒരു പക്ഷേ ലോവർ ലെവലിൽ വാങ്ങിയിട്ടുള്ള ഇൻവെസ്റ്റേഴ്സ് ഹയർ ലെവലിൽ ഘട്ടം ഘട്ടമായിട്ട് പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ ഡിസിഷൻ എടുക്കാനുള്ള സാധ്യതകളുണ്ട്. എന്നിരുന്നാലും ഗോൾഡിനെ സംബന്ധിച്ച് ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ റിസർച്ചൊക്കെ പറയുന്നത് ഈ വർഷം തന്നെ $6000 അല്ലെങ്കിൽ ബെറ്റർ ബുൾ കേസ് സിനാരിയോയിൽ $8000 പെർ ഔൺസ് വരെയൊക്കെ ഉയർന്നേക്കുമെന്ന തരത്തിലുള്ള റിപ്പോർട്ടുകളാണ്. ഒപ്പം സിൽവറിനെ സംബന്ധിച്ചും ഒരുപക്ഷെ $135-150 പെർ ഔൺസ് വരെയൊക്കെ ഉയർന്നേക്കുമെന്നുള്ള റിപ്പോർട്ടുകളാണ്. ഇനി നമ്മളെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഇന്ത്യ യൂറോപ്യൻ യൂണിയൻ ട്രേഡ് ഡീല്, ഫ്രീ ട്രേഡ് എഗ്രിമെൻ്റ് ഈ ആഴ്ച സൈൻ ചെയ്യുമെന്നാണ് റിപ്പോർട്ടുകൾ വരുന്നത്. ഓട്ടോമൊബൈൽ സെക്ടറിനെ സംബന്ധിച്ച് സ്ലൈറ്റ് നെഗറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന ന്യൂസ് ഉണ്ട്. 110% ഇപ്പോൾ യൂറോപ്പിൽ നിന്ന് നമ്മൾ ഇമ്പോർട്ട് ചെയ്യുന്ന കാറുകളിൽ മേലും SUVകളിൽ മേലും താരിഫ് അത് 40% കുറയ്ക്കുമെന്നാണ് പറയുന്നത്. 2 ലക്ഷം ഇൻറ്റേർണൽ കമ്പസ്റ്റൻ എഞ്ചിൻ വെഹിക്കിൾസിന്മേൽ മാത്രമാണ് ഇത്തരത്തിലുള്ള ഡ്യൂട്ടി എക്സംഷൻസ് ഉണ്ടായിരിക്കുള്ളൂ. അതേസമയം 5 വർഷത്തേക്ക് ഇലക്ട്രിക് വെഹിക്കിൾ മേൽ ഡ്യൂട്ടി എക്സംഷൻ ഉണ്ടായിരിക്കില്ല. അതോടൊപ്പം തന്നെ 15000 യൂറോയ്ക്ക് മുകളിലുള്ള വെഹിക്കിൾസിന്മേൽ മാത്രമാണ് ഇത്തരത്തിലുള്ള ഡ്യൂട്ടി ഉണ്ടായിരിക്കുള്ളൂ എന്നുള്ള റിപ്പോർട്ടുകളുണ്ട്. തീർച്ചയായിട്ടും ന്യൂസ് സ്ലൈറ്റ് നെഗറ്റീവ് ഇമ്പാക്റ്റ് തന്നെയാണ് ഇന്ത്യയിലത്തെ M&M, ടാറ്റ മോട്ടോഴ്സ്, അതുപോലെ തന്നെ മാരുതി കമ്പനികളെ സംബന്ധിച്ച്. പക്ഷേ പ്രൈസ് നമ്മൾ ഈ യൂറോ കൺവേർട്ട് ചെയ്ത് വരുന്ന പ്രൈസ് ആയിട്ട് വെച്ച് നോക്കുകയാണെങ്കിൽ കാര്യമായിട്ടുള്ള നെഗറ്റീവ് ഇമ്പാക്റ്റ് ഒന്നും തന്നെ നമുക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് കാണാൻ സാധിക്കില്ല. എന്നിരുന്നാലും ഓവറോൾ കോമ്പറ്റീഷൻ കൂടുകയാണ്. അതിൻ്റേതായൊരു നെഗറ്റീവ് ഇമ്പാക്റ്റ് ഒക്കെ ഒരു പക്ഷേ കണ്ടേക്കാം. ഇനി മറ്റു ന്യൂസ് ഫ്ലോസ് പൊതുവെ നോക്കുകയാണെങ്കിൽ ഹിമാചൽ ഫ്യൂച്ചറിസ്റ്റിക് കമ്മ്യൂണിക്കേഷൻസ് HFCL ഇന്ത്യ മെയ്ഡ് നെറ്റ്വർക്ക് റൗട്ടേഴ്സ് ആദ്യമായിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്തിരിക്കുകയാണ്. ഇന്ത്യയിൽ ITA ആണ് ഇത്തരത്തിലുള്ള 80,000 റൗട്ടേഴ്സ് HFCL നിന്ന് വാങ്ങി ഇംപ്ലിമെൻറ്റ് ചെയ്തിരിക്കുന്നത്. ബ്രോഡ്ബാൻഡ് നെറ്റ്വർക്കിന് വേണ്ടിയാണ്. HFCLനെ സംബന്ധിച്ച് പോസിറ്റീവായിട്ടുള്ളൊരു ന്യൂസ് തന്നെയാണ്.
അതോടൊപ്പം തന്നെ ഗോൾഡിനെ സംബന്ധിച്ച് വന്നിട്ടിരിക്കുന്ന ന്യൂസ് ഫ്ലോസ് സൂചിപ്പിക്കുന്നത് ജർമ്മനി 3380.25 ടൺസ് ആണ് ഗോൾഡ് ഹോൾഡ് ചെയ്യുന്നത് ജർമ്മൻ സെൻട്രൽ ബാങ്ക്. ഇതിൽ 37% കീപ്പ് ചെയ്തിരിക്കുന്ന US ഫെഡിൻ്റെ വാൾട്ടുകളിലാണ് 1236 ടൺ. ജർമ്മനി ഇപ്പോൾ പറയുന്നത് അമേരിക്കനെ വിശ്വസിക്കാൻ കൊള്ളില്ല, അതുകൊണ്ട് തന്നെ ഈ ഗോൾഡൊക്കെ ജർമ്മനിയിലേക്ക് തിരിച്ചു വരണം എന്ന തരത്തിലുള്ള റിപ്പോർട്ടാണ്. തീർച്ചയായിട്ടും ഗോൾഡിനെ സംബന്ധിച്ച് പോസിറ്റീവ് തന്നെയാണ്, മറ്റു ന്യൂസ് ഫ്ലോസും പോസിറ്റീവ് തന്നെയാണ്. അപ്പോൾ അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് ഗോൾഡ് പ്രൈസിൽ വീണ്ടും കാണാനുള്ള സാധ്യതകളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ ന്യൂസ് ഫ്ലോസ്. ഒപ്പം Q3 റിസൾട്ടുകൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇൻ ലൈൻ വിത്ത് എക്സ്പെക്റ്റേഷൻസ് ആണ്. ഞാൻ മുമ്പ് സൂചിപ്പിച്ച പോലെ ലേബർ കോഡ് 2025 ഇമ്പാക്റ്റ് ഒക്കെ ഉണ്ട്. ഇനി നമ്മളെ സംബന്ധിച്ചുള്ള മേജർ ഇവൻറ്റുകൾ എന്ന് പറയുന്നത് നാളത്തെ US ഇൻട്രസ്റ്റ് റേറ്റ് ഡിസിഷൻ, അതുപോലെ തന്നെ ഇന്ത്യ യൂറോപ്യൻ യൂണിയൻ ഫ്രീ ട്രേഡ് എഗ്രിമെൻറ്റ്, ഒപ്പം യൂണിയൻ ബഡ്ജറ്റ്. അടുത്ത ഞായറാഴ്ചയാണ് യൂണിയൻ ബഡ്ജറ്റ് വരുന്നത്. അതോടൊപ്പം തന്നെ ഇനി വരാൻ പോകുന്ന Q3 റിസൾട്ടുകൾ, മറ്റ് അനൗൺസ്മെൻറ്റുകൾ, ഇതൊക്കെയാണ് ഇന്ത്യനെ സംബന്ധിച്ചുള്ള മേജർ ഇവൻറ്റുകളായിട്ട് മുന്നിലുള്ളത്. തീർച്ചയായിട്ടും ജിയോ പൊളിറ്റിക്കൽ ടെൻഷൻസ് വലിയ രീതിയിൽ വഷളാവുകയാണെങ്കിൽ അതിൻ്റേതായൊരു ഇമ്പാക്റ്റ് ഒക്കെ ഉണ്ടായേക്കാം. പക്ഷേ നമ്മളെ സംബന്ധിച്ച് ഇപ്പോഴത്തെ മേജർ ഇവൻറ്റ്സ് യൂണിയൻ ബഡ്ജറ്റ്, അതുപോലെ തന്നെ ഇന്ത്യ യൂറോപ്യൻ യൂണിയൻ ഫ്രീ ട്രേഡ് എഗ്രിമെൻറ്റ്, ഒപ്പം US ഫെഡിൻ്റെ നാളത്തെ ഇൻട്രസ്റ്റ് റേറ്റ് ഡിസിഷൻ. അതിനു മുമ്പ് ഒരു പക്ഷേ അമേരിക്കൻ പ്രസിഡന്റ് താരിഫ് ഇന്ത്യയുടെ മേൽ ഇമ്പോസ് ചെയ്തിരുന്ന് വിഡ്രോ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതൊരു പോസിറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കിയേക്കാം. എന്നിരുന്നാലും മാർക്കറ്റിലൊരു വളാറ്റിലിറ്റി കാണാനുള്ള സാധ്യതകളുണ്ട്. സാധാരണ രീതിയിലൊരു പ്രീ ബഡ്ജറ്റ് റാലി നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യാറുണ്ട്. ഈ വർഷം അതുണ്ടായിട്ടില്ല. ഒരു പക്ഷേ ഇന്ത്യ യൂറോപ്യൻ യൂണിയൻ ഫ്രീ ട്രേഡ് അഗ്രിമെൻറ്റ് സൈൻ ചെയ്യുന്നതും അതുപോലെ തന്നെ ബെറ്റർ പോസിറ്റീവ് ന്യൂസ് ഫ്ലോസും ഇന്ന് മുതൽ ഒരു പക്ഷേ ഒരു പോസിറ്റീവ് റിയാക്ഷൻ മാർക്കറ്റിൽ ഉണ്ടാക്കാനുള്ള സാധ്യതകളുണ്ട്. എന്നിരുന്നാലും ഓട്ടോമൊബൈൽ സ്റ്റോക്കുകൾ ഒരു പക്ഷേ നെഗറ്റീവായിട്ട് റിയാക്ട് ചെയ്തേക്കാം. അപ്പോൾ വളരെ കോഷ്യസ് ആയിട്ട് മാർക്കറ്റിൽ മൂവ് ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ട്രേഡിൻ്റെ ആശംസിച്ചുകൊണ്ട് ഞാൻ ഇന്നത്തെ പ്രീ മാർക്കറ്റ് കമൻട്രിയുടെ അവസാനിപ്പിക്കുകയാണ്. താങ്ക് യു.